ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയത് രാജു സംവിധാനം ചെയ്ത സിനിമയിലാണ്. കാരണം ഈ നേരത്തെ ജഗദീശേട്ടൻ പറഞ്ഞില്ല, ആള് ഭയങ്കര സ്നേഹമൊക്കെയാണ്. നമ്മൾ രാവിലെ കറക്റ്റ് സമയത്ത് ഒരു നോട്ടമൊക്കെ ഉണ്ട്, ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ എനിക്ക് സുഖേട്ടന് ഓർമ്മ വരും. സുഖേട്ടൻ്റെ അതേ നോട്ടോ. രാജു വന്നോ? രാജു വന്നു കഴിഞ്ഞാൽ ഞാനവിടെ എത്തിയാൽ മതി. ഒരു ദിവസം കൂടി പോയാൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഷോട്ട് മാക്സിമം. പക്ഷെ രാവിലെ വരണം, വൈകുന്നേരം 6 മണി വരെ അവിടെ ഇരിക്കണം. ആ സമയങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ വിനോദമായിരുന്നു നമ്മുടെ ജഗദീഷ് ചേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യാരവനിലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിരിക്കും. മാത്രമല്ല എന്നെ വിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആളായിട്ട്. പുള്ളി ഇന്റർവ്യൂലൊക്കെ എത്ര വയസ്സായെന്ന് വെച്ചാൽ പറയും, ഞാൻ പൈലൂരിന്റെ ജസ്റ്റ് സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചായിരുന്നു, ഒരു മോഡൽ സ്കൂളിൽ. അങ്ങനെ എന്നെ വിറ്റ് കുറച്ചാളായിട്ട് മിമിക്രിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. പിന്നെ വിപിൻ ദാസിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മുത്തുകവ് എന്ന് പറയുന്ന സിനിമ. അന്ന് ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഞാൻ. പക്ഷേ ആ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ വിപിൻ ദാസിന്റെ ഒരു ഹ്യൂമർ സെൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ഒരു പ്രിയദർശനാണ്, വേണമെങ്കിൽ കുറിച്ച് വെച്ചോന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ പറഞ്ഞ വാക്കാണ്. വിപിൻ ദാസ് പറയണ്ടല്ലെങ്കിൽ ചിലപ്പോൾ പ്രിയചേർന്നപ്പോൾ 103 സിനിമ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. എങ്കിലും മറ്റൊരു പ്രിയദർശൻ തന്നെയാണ് മലയാളത്തില്, അത് യാതൊരു സംശയമില്ല. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡബിങ് ആയിട്ട് മാർച്ച് അവസാനം കണ്ടായിരുന്നു. അപ്പോ എന്റെ മകളുടെ കല്യാണം ഏപ്രിൽ 5-നായിരുന്നു. അപ്പോ ബാങ്കിൽ കാശ് വന്നു കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ കൂടുതൽ. അത് സംഭവം. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതിപ്പോ എന്താ ചെയ്യത്, കിട്ടേണ്ടതിനേക്കാൾ 5 ലക്ഷം രൂപ കൂടുതൽ വന്നിരിക്കുന്നു, ഇവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയായി. അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുന്നില്ല എന്ന് നല്ലത് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അയച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞു. ആ ശരിയാണ്, 5 ലക്ഷം രൂപ കൂടുതൽ അയച്ചേട്ടോ. ഞാൻ സത്യത്തിൽ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എന്റെ മോളുടെ കല്യാണത്തിന് രാജ്യം ഗിഫ്റ്റ് തന്നെയായിരിക്കും. പിന്നെയാണ് അറിയത് അബദ്ധമാണെന്ന്. എന്തായാലും ഭയങ്കര രസകരമായ ഷൂട്ടിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആൾക്കാര് ഈ സിനിമയിൽ നമുക്ക് ഒന്നിച്ച് സഹായിക്കാൻ പറ്റി. രാജു സംവിധാനം ചെയ്യുന്ന എമ്പുരാനിൽ ഞാൻ അഭിനയിച്ചു. ഇനി കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്, അത് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നടക്കും തോന്നുന്നു. ഞാൻ ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സംവിധായകന്മാരെ പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയത് രാജു സംവിധാനം ചെയ്ത സിനിമയിലാണ്. കാരണം ഈ നേരത്തെ ജഗദീശേട്ടൻ പറഞ്ഞില്ല, ആള് ഭയങ്കര സ്നേഹമൊക്കെയാണ്. പക്ഷെ ഭയങ്കര ഹൈലി പ്രൊഫഷണലിസ്റ്റാണ് ആള്. നമ്മൾ രാവിലെ കറക്റ്റ് സമയത്ത് ഒരു നോട്ടമൊക്കെ ഉണ്ട്, ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ എനിക്ക് സുഖേട്ടന് ഓർമ്മ വരും. സുഖേട്ടൻ്റെ അതേ നോട്ടമാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞാല് ഈ ഹിറ്റാകുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. അത് ഒത്തുവരണം, അതിന്റെ എല്ലാ ചേരുവകളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ വിജയമാകുന്നത്. ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പക്ഷെ വിജയം ആഘോഷിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ ഇതിന്റെ ഗുരുവായൂരമ്പലം നടയിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. എല്ലാവരോടും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.